ശരി, ഞാൻ വരാം. അപ്പച്ചൻ ഇത്രയൊക്കെ ഉള്ളൂ. എന്തോ അപ്പച്ചന് സ്നേഹിക്കാൻ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നഷ്ടപ്പെട്ടതൊക്കെ ഒരിക്കൽ തിരിച്ചു വരുമെന്ന്. ദാ ഇപ്പോ വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ഇതിന്റെ അവകാശം ഇന്ദുവിനാ. അന്ന് അമ്മച്ചി പറഞ്ഞത് തന്നെ എനിക്ക് അവളോടും പറയണം. എന്നിട്ട് ഇതങ്ങ് കൊടുക്കണം. കാലാകാലങ്ങളായി വ്യഞ്ചരിച്ച് സൂക്ഷിക്കുന്ന സാധനങ്ങളാ. അതൊരു അന്യജാതിക്കാരി കൊടുക്കാന്ന് വെച്ചാൽ? എനിക്ക് അവളോട് പറയാനുള്ള കാര്യത്തിന് ജാതിയില്ല, മതവും ഇല്ല. ഞാൻ പ്രസവിച്ചു, വളർത്തി. ഇനി നീ നോക്കിക്കോണം. ഏതവസ്ഥയിലും കൈപിടിച്ച് നടത്തിക്കോണം. അതേ എനിക്ക് പറയാനുള്ളൂ. സാറാമേ, സാറാമേ, സാറാമേ. വേനൽ കിനാവേ നിന്നെ തലോടി കാറ്റിൻ്റെ തൂവൽ വിരൽ. വേനൽ കിനാവേ നിന്നെ തലോടി കാറ്റിൻ്റെ തൂവൽ വിരൽ. എന്തെന്ത ശാന്തം എന്തെന്തു മൂകം മായുന്നൊരേ സായന്തനം. ഒഴിയുന്ന നിൻമിഴിനീരു പോൽ മഴ പെയ്തു തോരും തീരങ്ങളിൽ. ഒഴിയുന്ന നിൻമിഴിനീരു പോൽ മഴ പെയ്തു തോരും തീരങ്ങളിൽ. ഏകാന്തയായി നീ നിൽപ്പൂ വാടാതെയൻ വാർത്തിങ്കളെ. വേനൽ കിനാവേ നിന്നെ തലോടി കാറ്റിൻ്റെ തൂവൽ വിരൽ. ஹலோ அப்பா, நான் இந்து வாக்கும் கட் பண்ணாதீங்க. ஜோனியோட அம்மா இன்னைக்கு காலையில போய்விட்டாள். ஹார்ட் அட்டாக் ஆனது. நாளைக்கு 10 மணிக்காகும் அடக்கம். நீங்க எல்லாரும் அங்க வரணும். யாரா இருந்தது? யார் கூப்பிட்டது? என்னாச்சு? ഫോണിൽ ഇന്ദുവായിരുന്നത്. എന്താ പയ്യനുടെ അമ്മ ഇന്നേക്ക് കാലയിലെ ഹാർട്ട് അറ്റാക്ക് വന്ന് പോയിവിട്ടാ. சீக்கிரம் போகலாமே. நீங்க ரெடியாகும். ആരെയാക്കും? வேணுவே வண்டி கொண்டு வர சொல்றதுக்கு சீக்கிரம் போக வேண்டாமா? அங்க அவள் தனியே தானே. പാർവതി, നീ നമ്മ നിലമേ മറന്നു പോകരുത്. ചത്തുപോണത് നമ്മയാരുമല്ലേ. അങ്ക പോണ്ട ആവശ്യമേ ഇല്ലേ. വെച്ചിട്ട് நீங்க ஒரு அப்பா தானா? ഇപ്പോഴത്തെ വിഷമം കൊണ്ടാക്കുന്ന ഇപ്പടിയല്ല ചൊല്ലുന്നത്. പാര്, നമ്മയെല്ലാം സാധാരണക്കാരല്ലേ. ഈശ്വരൻ ഏറ്റവും വേണ്ടപ്പെട്ടവരാക്കും. അതിനാലേ ഈശ്വരൻ നമ്മെ പരീക്ഷിക്കാർ. നമ്മ ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകേണ്ടവരാക്കും. അതിലെത്താൻ ഒരു ബ്രാഹ്മണയുടെ പെരുമ, അതുതാ മുഖ്യം. അങ്ക പുള്ളയില്ലേ പൊണ്ണുമില്ലേ. பொண்டாட்டி இல்லைன்னு சொல்லுங்கோ, சம்சயம் வேண்டாம். போன 25 வருஷங்களுக்கிடையில ஒரு அடிமை கவிஞ ஏதாவது ஸ்தானம் இந்த ஆத்துல எனக்கு இருக்கா? எனக்கு ஏதாவது ஆட்சி இருந்தா இந்த தூணுக்கு அந்த பக்கம் இருந்துதானே நான் கேட்கணும். அப்படித்தானே என்கிட்ட இருக்கிறது. சந்தோஷம் ஒரு பேச்சு, ஸ்நேகத்தோட ஒரு பெருமாற்றம், அது எப்படாவது
பெட்ரூமை வச்சுதானே? பார்வதி, சூழ்ச்சிச்சு பேசு. சொன்ன வார்த்தையை திருப்பி எடுக்க முடியாது. நீங்க சொல்றது எப்போ வேணாலும் திருப்பி எடுக்கலாமே. அதெல்லாம் வேத வாக்கியம். நான் ஏதாவது ஆசை சொன்னா அப்ப உங்களுக்கு சுண்டியும் கோபம் வரும். எனக்கு ஏதாவது அசுகம் வந்தா மருந்து வாங்கி தந்தாலாச்சு, அதோட உங்க ஜோலி முடிஞ்சது. எனக்கு கொஞ்சம் மனசமாதானம் கிடைக்கிறதுக்கு ஏதாவது மருந்து வாங்கி தர சொல்லணும்னு பலவராச்சு தோணி இருக்கு. மைக்ரேன்னு சொன்னா ലോകത്തിലെ എല്ലാവർക്കുമേ ഉള്ള അസുഖമാക്കും. അതിൽ പെരിയ കാര്യമൊന്നും ഇല്ലേ. അത് വരും പോകും. അത് തന്നെ എനിക്ക് കിടക്കരെ ഏറ്റവും പെരിയ ആശ്വാസം. വരതും പോകരുതും உங்களுக்கு தெரியாதா? தெரிஞ்சாലും என்ன വിശേഷം അല്ലവാ? ഒരു പുടവ വേണമെന്നാ അത് എതുക്ക് എന്നതൊക്കെ എല്ലാം തെരിയണം. കൃഷി സാധനങ്ങൾ കൊണ്ടുവരുന്ന വണ്ടിയിൽ ഇടം ഇരുന്നാ ഒരു പുടവ കിടക്കും. ഇല്ലെന്നാ അതും ഇല്ലേ. അമ്മയ്ക്കൊരു പുടവ കിടക്കണമെന്നാ தேங்காயும் வாழையும் கப்பியும் கல்யாணம்னு உன்னி சொல்றது கேட்டு நான் சிரிக்கணுமா அழணுமா? கொண்டு வந்தா அது பிடிச்சதா இல்லைன்னு தெரிய வேண்டாம். பிடிச்சிருக்கணும். அதுதானே நியமம். அது வாங்குறதுக்குள்ள புத்திமுட்டு கேட்டா வேண்டாருன்னு தோணும். பயப்பட வேண்டாம். நீங்க சொல்றதுதான் நான் எப்பவும் கேட்பேன். இனிமே என் பொண்ணுகிட்ட நான் போக போறதில்லை. ஆனா இன்னைக்கு உங்களுக்கு வழிகாட்டுற வேத சாஸ்திரங்கள் எல்லாம் மனசால எனக்கு சுட்டிருக்கணும். அது என்னோட மனசமாதானத்துக்காக. அது நீங்க செய்ய வேண்டும்னு சொன்னாலும் எனக்கு அது கேட்க முடியாது. முடியாது. സാറാമേ, നീയൊന്ന് ഇറങ്ങുന്നുണ്ടോ? എന്റെ ഇത് പെട്ടെന്ന് ഒരുങ്ങ്. കാഴ്ചവരെ സമയത്താണ് വിളിച്ചത് കയറാൻ പോകുന്നേ. തുടങ്ങി. ഇതെല്ലാം കൂടെ ഒരു ടേപ്പ് റെക്കോർഡിനകത്തോട്ട് പിടിച്ചു പോയി. എന്നിട്ട് എല്ലാ ഞായറാഴ്ച ഒരു 6:30 ആകുമ്പോ ഇതങ്ങ് വെച്ചാ പിന്നെ വെറുതെ തൊണ്ടയിലെ വെള്ളം പറ്റിക്കണ്ടല്ലോ. അനുസരണ എന്ന് പറഞ്ഞ സാധനം കെട്ടിക്കൊണ്ട് വന്ന അന്ന് തന്നെ എനിക്ക് തോന്നിയതാ ഇത് ശരിയാവില്ലെന്ന്. അന്ന് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ നീ പരിപ്പുണ്ടാക്കി. അന്ന് തുടങ്ങി അനുസരണം കേട്ടിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ നോക്കിയേ. എന്നാ പിന്നെ അന്ന് തന്നെ എന്നെ അങ്ങ് ഡൈവേർട്ട് ചെയ്യാൻ മേലായിരുന്നോ? എന്നാത്തിനാ അന്നാക്കുന്നേ? ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കേട്ടാൽ ഏത് കുടുംബ കോടതി എൻ്റെ കൂടെ നിൽക്കും. ഓ, വലിയ രാജാവാന്നാ വിചാരം. ഒരു ഭാഗത്തിരുന്ന് അങ്ങ് കൽപ്പിച്ചാൽ മതിയല്ലോ. വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ട. നല്ല ഒരു ഒലക്ക വാങ്ങിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞിട്ട് എത്ര നാളായി? കേട്ട മട്ടുണ്ടോ? സാറാ ഒരു മിനിറ്റ് താമസിച്ച പണ്ടങ്ങാണ്ട് നടന്ന കഥകളോട്ട് പറയാൻ തുടങ്ങും. നീ വരുന്നുണ്ടോ ഇല്ലയോ? എല്ലാ ഞായറാഴ്ചയും കിടന്ന് തൊള്ള തിറക്കുന്ന ആളിനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഞാൻ കാരണം മുഴുവൻ കുർബാന കാണാൻ പറ്റാണ്ട് വന്നിട്ടുണ്ടോ? എന്താ നാക്കിറങ്ങി പോയോ? നീ വരുന്നുണ്ടെങ്കിൽ വാ. കണ്ടോ, ഇപ്പൊ ഇതൊക്കെ പറഞ്ഞോ? ഒരു ദിവസം ഞാനങ്ങ് പോവും. അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ.
അമ്മച്ചി കൂടില്ലാത്ത അപ്പച്ചനെ ഞാൻ സങ്കല്പിച്ചിട്ട് പോലുമില്ല. ഒറ്റയ്ക്കായി കാണും പാവം. ആ തോന്നലിനെ മാറ്റേണ്ടത് നമ്മളാണ്. അമ്മച്ചിയുടെ കുറവ് അത് കുറവ് തന്നെയാ. പകരക്കാരാവാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ മുറിവുണക്കാൻ നമ്മൾ സഹായിക്കണം. ഒരുപാട് പ്രയാസമുള്ള ജോലിയാണ് അത്. അപ്പച്ചൻ നഷ്ടപ്പെട്ടത് സത്യത്തിലൊരു ഫ്രണ്ടിനെയാണ്. പിണങ്ങാനും ഇണങ്ങാനും ചിരിക്കാനും കരയാനും ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ടിനെ. അതാവാൻ എത്ര ശ്രമിച്ചാലും നമുക്ക് കഴിയില്ലടോ. അറിയാം. പക്ഷെ ജീവിതം അവസാനിക്കുന്നില്ലെന്ന് അപ്പച്ചനെ ബോധ്യപ്പെടുത്തേണ്ടത് ഇനി നമ്മളല്ലേ. ഈ ഒരു പ്രായത്തിൽ ഇങ്ങനൊരു അവസരം വരുമ്പോൾ എല്ലാം തീർന്നൊന്ന് ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പച്ചനെ കൂട്ടിക്കൊണ്ടു പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിലിപ്പോൾ എത്ര സംശയിക്കാനോ ആലോചിക്കാനോ എന്താ? അങ്ങനെ തന്നെയല്ലേ? അത്ര എളുപ്പമല്ല അത്. അപ്പച്ചൻ ഇവിടെ നിൽക്കുന്ന വേരോടെയാ. ഇവിടുത്തെ കാറ്റ് അപ്പച്ചൻ്റെ ശ്വാസം. പറിച്ചു മാറ്റി നടുക എന്ന് പറയുമ്പോൾ അറിയാലോ. ഇതിപ്പോൾ അപ്പച്ചന് നമ്മളെ മാത്രമല്ലല്ലോ, നമുക്കും വേണ്ടേ അപ്പച്ചനെ ഒരു തണലായിട്ട്. ഇനി അപ്പച്ചൻ മാത്രമല്ലേ നമുക്കുള്ളൂ. അത് നമുക്ക് അപ്പച്ചനോട് പറയണം. ഏതായാലും 1-2 ദിവസം കഴിയട്ടെ. ഒരാഴ്ചത്തെ ലീവുണ്ടല്ലോ. പതുക്കെ പതുക്കെ നമുക്ക് സമ്മതിപ്പിക്കാം. ഒറ്റയടിക്ക് അപ്പച്ചൻ സമ്മതിക്കില്ല, അതുറപ്പാ. അതിന് ഒരു ചെറിയ പരിധിവരെയെങ്കിലും ഞാൻ ആ കാരണമെന്ന് ഓർക്കുമ്പോൾ അങ്ങനെ കരുതണ്ട. ഏയ്, ഇനിയാണെങ്കിൽ തന്നെ ഞാനത് മാറ്റും. ഒരു ദിവസം ഒന്ന് നോക്കാതിരുന്നാൽ മതി. ഇലയും വീണ് ചപ്പും ചവറുമായി. ഔസേപ്പിനോടൊന്ന് പറയണം. ആ, കുരിശിന്മേലെ പേരും വീട്ടുപേരും എഴുതാനുള്ള ഏർപ്പാടാക്കണം. അതിപ്പോ ആരെ കണ്ടാ ഒന്ന് ശരിയാക്കുന്നത്? അത് നമുക്ക് ജോണിക്കുട്ടിയോട് പറയാം. അവനാരേലും ഏർപ്പാട് ചെയ്യും. ഏഴിന്റെ കുർബാന അച്ഛൻ ചൊല്ലുമായിരിക്കുമല്ലേ? ആ, അങ്ങനെ വലിയ ചടങ്ങൊന്നും വേണ്ട. നമ്മൾ കുടുംബക്കാർ മാത്രം മതി. കുർബാന കൂടുക, പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. അത് മതിയല്ലേ? അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. തൽക്കാലം താമ്പാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. അല്ല എന്ന് പറഞ്ഞ തീരുമാനിക്കണ്ടേ? ഇതിപ്പോ എന്റെ ഏതായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു. അവളെല്ലാം ഭംഗിയായിട്ട് ചെയ്തേനെ. കാര്യങ്ങളെല്ലാം സത്യത്തിൽ അവളാ ചെയ്തിരുന്നെന്ന് ഇപ്പോഴാ മനസ്സിലാകുന്നേ. ഞാൻ ചുമ്മാ വീട്ടിലുണ്ടായിരുന്നു എന്നല്ലാതെ. സാരമില്ലടോ, പതുക്കെ പതുക്കെ നമ്മളും അതൊക്കെ പഠിക്കും. ഞാനും കടന്നു പോയതാണല്ലോ ഇതിലൂടെ. സഹിക്കാനുള്ള ശക്തി എവിടുന്നോ നമുക്ക് കിട്ടും. പക്ഷെ എനിക്കത് കിട്ടുന്നില്ലല്ലോടൂ. എത്ര ശ്രമിച്ചിട്ടും. എങ്ങനെ താനത് നേരിട്ടു എന്ന് ആലോചിക്കുമ്പം അത്ഭുതം തോന്നുക എനിക്ക്. എവിടെയെങ്കിലും പുറത്തോട്ടിറങ്ങിയ തിരിച്ച് വീട്ടിലോട്ട് എല്ലാം പേടി തോന്നുക. അവളില്ലാതെ എനിക്ക് പേടിയാടോ. സങ്കടത്തെക്കാളും വിഷമത്തെക്കാളും ഒക്കെ കൂടുതൽ പേടിയാ. പെട്ടെന്ന് വഴി തെറ്റിപ്പോയ പോലെ. ആദ്യമായിട്ട് ഒറ്റയ്ക്കാകുമ്പം ആർക്കാണെങ്കിലും അങ്ങനെയൊക്കെ തോന്നും. ആദ്യമായിട്ടല്ലല്ലോ, ഇനി എപ്പോഴും അങ്ങനെ തന്നെയല്ലേ. പക്ഷേ സാറാ ഇല്ലാത്ത മത്തായി എത്ര നാളെങ്കിലും നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. ജീവിതത്തെ ഒറ്റയ്ക്ക് നേരിടാൻ ഞാൻ പഠിച്ചിട്ടില്ലടോ. വല്ലാതെ സങ്കടം വരുമ്പോ ആലോചിച്ച് കൂട്ടുന്ന ഇതൊക്കെ. താൻ ഒറ്റയ്ക്കാണെന്ന് ആരാ പറഞ്ഞു? തന്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരാൻ ഇന്ദു ജോണി എപ്പോഴും അടുത്ത് തന്നെ ഇല്ലേ? തന്നെ ഒന്ന് സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും അവരെന്തൊക്കെയാ ചെയ്യുന്നത്? എന്നാലും ശരിക്കൊന്ന് പിണങ്ങണമെന്ന് വിചാരിച്ചാൽ ഞാൻ ആരോടാടോ പിണങ്ങുന്നത്? അവളോട് രണ്ട് പറയാതെ ഞാൻ എങ്ങനാടോ ഞായറാഴ്ച പള്ളി പോവുക? ദാ കൈ രണ്ടും ഉണ്ടെന്നേ ഉള്ളൂ, ശേഷിയൊക്കെ പോയി. ഒരു ദിവസം അങ്ങ് പോകുമെന്ന് എപ്പോഴും പറയുമായിരുന്നെങ്കിലും ഞാനായിരിക്കും ആദ്യമെന്ന് എവിടെയോ ഉറച്ചങ്ങ് വിശ്വസിച്ചു പോയി. തോപ്പിച്ചു കളഞ്ഞു മിടുക്കത്തി. ഇടോ,
ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ദൈവത്തിന് തിന്മയ്ക്കായി ഒരു പദ്ധതിയുമില്ല. എന്നേക്കാ പിള്ളേർക്ക് ആവശ്യം അവളെയാണെന്ന് ദൈവത്തിന് അറിഞ്ഞുകൂടായിരുന്നോ? എന്ന് താൻ കരുതുന്നു. ചിലപ്പോൾ അതായിരിക്കില്ല സത്യം. അതുകൊണ്ട് ആ തീരുമാനമൊക്കെ കാലത്തിന് വിട്ടുകൊടുക്കുക. ഇനിയുള്ള കാലം എറണാകുളത്ത് താൻ ആ പിള്ളേരുടെ കൂടെ പോയി കഴിയണം. ഞാനിവിടെ തന്നെ കഴിഞ്ഞോളാം. ഒറ്റയ്ക്കോ? ഉം. എടോ, ഏറ്റെടുക്കാൻ പറ്റി ഒന്നല്ല ഏകാന്തത. ചിലപ്പോ അവൻ നമ്മളെ ഭ്രാന്ത് പിടിപ്പിച്ചു കളയും. പോകാൻ കണ്ട ഒരു നേരം. ഹാ, അവിടെ നിൽക്കുവാന്നോ? ഇങ്ങോട്ട് വാ. ഓ ആങ്ങളെ എന്നാ ഉറങ്ങുവന്നോ? ആ ആ, നീ ഇതുവരെ പോയില്ലായിരുന്നോ? 3-4 ദിവസം കൂടി ലീവ് ഉണ്ട്. നാത്തും പോയപ്പോ വീട് ഉറങ്ങി. കണ്ടില്ലേ എന്തുമാത്രം പൊടിപടലങ്ങളാ. ആ, കാര്യശേഷിയുള്ള വീട്ടമ്മ ഇല്ലേലും ഇങ്ങനെയൊക്കെ ഇരിക്കും. ഏതായാലും ആങ്ങളെ വിഷമിക്കണ്ട. നാത്തുവിന്റെ നഷ്ടം നികന്നു തന്നെ വിചാരിച്ചോ. അത് നികത്താനാ ഇവള് ക്ലാര. പിന്നെ ഞങ്ങളുടെ ഇടവകക്കാര് പാചകറാണി മത്സരം നടത്തിയപ്പം ഇവളായിരുന്നു ഫസ്റ്റ്. ചായ എന്ന് പറഞ്ഞാ അത് ക്ലാരയുടെ ചായ എന്നാണ് അന്ന് വികാരിച്ചൻ പറഞ്ഞ്. നിന്റെ അപ്പച്ചൻ ചെയ്ത സൽപ്രവൃത്തിയുടെ ഒക്കെ ഫലം കൊണ്ടാ ഇവളെ തന്നെ നമുക്ക് കിട്ടിയത്. അവിടെ കരക്കാര് മുഴുവൻ ഇവക്കായിട്ട് പിടിവലിയല്ലേ. മിറ്റവടി, പാചകം, തുണി അലക്ക് എല്ലാം ഇവള് നോക്കിക്കൊള്ളും. വേണ്ടി വന്ന കിണർ വരെ ഇവള് തേകും. ക്ലാരെ, നീ അടുക്കളയിലോട്ട് ചെന്ന ചായ എടുത്തോണ്ട് വാ. എങ്ങനെയുണ്ടെന്ന് ഇവരൊന്ന് കാണട്ടെ. 1000 രൂപയാ ഇവള് വാങ്ങിക്കുന്നത്. പിന്നെ ഞാനുമായിട്ടുള്ള ഇരിപ്പുവശം വെച്ച് ഒരു 750 രൂപ കൊടുത്താൽ മതി. പണികളെല്ലാം ചെയ്തോളും കേട്ടോ. ഇവരെ തൽക്കാലം വേണ്ട കൊച്ചമ്മേ. അതെന്നാ, ആങ്ങളെ ഹോട്ടലിൽ നിന്ന് കഴിക്കുവോ? അപ്പച്ചനെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോവാ. എന്ന്? ഞങ്ങൾ പോകുമ്പോ. അപ്പൊ ഇവിടെയോ? ഇവിടെ ആരെങ്കിലും നോക്കാൻ ഏൽപ്പിക്കാം. കൊള്ളാം. അല്ല ആങ്ങളെ, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാന്നാ എനിക്ക് തോന്നുന്നത്. സ്വന്തം വീട്ടിലെ സ്വാതന്ത്ര്യം എന്നതായാലും വേറെ അടുത്ത് കിട്ടുകയില്ലല്ലോ. അവിടെ ചെന്നാൽ നേരാവണ്ണെന്ന് കുരിശു വരയ്ക്കാൻ ഒക്കുവോ? ഇവിടെ ഇപ്പം ക്ലാരയുള്ളതുകൊണ്ട് വേറൊന്നും അറിയണ്ടല്ലോ. ഇതിപ്പോ തീരുമാനിച്ച കാര്യമാ, അതിന് മാറ്റമൊന്നുമില്ല. ഉള്ളതാണോ ആങ്ങളെ? ദേ കണ്ടോ, ഒന്നും മിണ്ടാതെ പോയത്. ആങ്ങളയ്ക്കത് ഇഷ്ടമല്ല. അവിടെ വന്ന ആങ്ങളുടെ ഉള്ള സമാധാനോടി പോവത്തേ ഉള്ളൂ, അതുറപ്പാ. എന്നാലും സാരമില്ല. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അപ്പച്ചനോട് ഒരു അനാഥനെ പോലെ കഴിയാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പച്ചൻ അവിടെ ഒരു കുറവും വരില്ല കൊച്ചമ്മേ, ഞാൻ ഉറപ്പ് തരാം. ആങ്ങളയ്ക്ക് വാദമുള്ളാന്ന് അറിയാലോ. തണുപ്പ് തുടങ്ങിയ പിന്നെ അതിന്റെ ഒരു വരവാ. അങ്ങനെ ഇരിക്കുമ്പോ ഇടയ്ക്ക് ആസ്മായുണ്ട്. നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ഒന്ന് ഉറക്ക വിളിച്ചാ കേൾക്കാൻ അവിടെ ആരുണ്ട്? എന്റെ ഭാര്യയ്ക്ക് കേൾവി കുറവൊന്നുമില്ല. ഓ, അത് ശരി. എങ്ങാണ്ട കിടന്ന പട്ടത്തി പെണ്ണാണോ എന്റെ ആങ്ങളെ ശുശ്രൂഷിക്കാൻ വരുന്നത്? കൊള്ളാം. മഠത്തിലെങ്ങാനും ഈ വിവരം അറിഞ്ഞ ഞാൻ പിന്നെ ചത്തോണ്ടാ മതി. പട്ടത്തിപ്പെണ്ണ് മരുന്ന് കൊടുത്താലും വാദം ആസ്മയും മാറും. അങ്ങനെ മാറിയില്ലെങ്കിൽ അപ്പൊ കൊണ്ടുവന്നാ മതി പാചകറാണിയെ. തൽക്കാലം പോകുമ്പോ അതിനെ കൂടെ കൊണ്ടുപോയിക്കോണം. കേട്ട് കാണുമല്ലോ, എന്നോട് അവൻ തറുതല പറഞ്ഞിരിക്കുന്നു. പണ്ട് കൊച്ചമ്മാന്ന് പറഞ്ഞ അവന് ജീവനായിരുന്നു. കൈക്കുഞ്ഞായിരിക്കുമ്പോ നാത്തൂനേക്കാൾ കൂടുതൽ ഞാനാ അവനെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളത്. എന്നോട് അവൻ പറയാ പോയി പണി നോക്കാൻ. അല്ല, അവനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. തലയിണ മന്ത്രത്തിന്റെ മൊത്ത വ്യാപാരിയാ ആ പെണ്ണ്. ആങ്ങളെ അങ്ങോട്ട് ചെന്നാലേ അവളുടെ ദയയിലായിരിക്കും ജീവിക്കുന്നത്. അവൾ ഇവിടെ വന്ന് താമസിച്ചപ്പോഴും ആങ്ങളെ അത്ര മയത്തിലല്ലല്ലോ പെരുമാറിയിരിക്കുന്നത്. അതിനുള്ള ദേഷ്യം കാണാതിരിക്കുവോ? എപ്പോഴെങ്കിലും അവൾ അത് കാണിക്കാതിരിക്കുവോ? ക്ലാരയാണേൽ സ്വന്തം ആങ്ങളെ നോക്കുന്ന പോലെ ആങ്ങളെ നോക്കിക്കോളൂ. കുറച്ചു നേരം ഞാനിവിടെ ഒറ്റയ്ക്ക് നിരുന്നോട്ടെ. ആരെങ്കിലുമൊക്കെ വേണ്ടി വരുമ്പോ അങ്ങോട്ട് അറിയിക്കാം. ഒറ്റയ്ക്ക് കുറച്ചു നേരമൊക്കെ ഇരിക്കാം. കുറച്ചു നേരം മാത്രം. എന്നതാണേലും തീരുമാനിക്കേണ്ടത് ആങ്ങളെയാ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ.